ഈ ഇ.ഡി. അന്വേഷണത്തെ താൽക്കാലികമായി ഹൈക്കോടതി സ്റ്റേ ചെയ്ത നടപടിയെ വലിയ രീതിയിൽ ആഘോഷിച്ച പാർട്ടിയാണ് CPM. ആ സമയത്ത് എനിക്ക് നേരെ വലിയ സൈബർ അറ്റാക്കും വലിയ ആക്ഷേപവും പരിഹാസവും നിറഞ്ഞ രീതിയിൽ പ്രചരണം നടത്തിയവരാണിവർ. ഹൈക്കോടതി ആത്യന്തികമായി വാദം കേട്ട് കഴിഞ്ഞപ്പോൾ ഇതിൽ അന്വേഷിക്കേണ്ട സാഹചര്യമുണ്ട് എന്നും അഴിമതിയുടെയും അല്ലെങ്കിൽ ഇ.ഡിയുടെ കീഴിൽ വരുന്ന ഒഫൻസിനെ അട്രാക്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുവെന്ന് ബോധ്യപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇ.ഡി. അന്വേഷണത്തിന് തടസ്സമില്ല എന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറയാനിടയായത്. അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള അടുത്ത പ്രക്രിയ എന്ന നിലയിൽ ഇൻവെസ്റ്റിഗേഷൻ വരുമ്പോൾ എന്തിനാണ് ഇങ്ങനെ വെപ്രാളപ്പെടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഞാനൊരു കാര്യം വളരെ വിനയത്തോടെ കേരളത്തെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പ്രതിപക്ഷ MLA ആയി നിന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് ഇതേ പിണറായി വിജയനും പിണറായി വിജയൻ്റെ പോലീസും പിണറായി വിജയൻ്റെ ഏജൻസികളും എനിക്ക് നേരെ 12 അന്വേഷണങ്ങൾ ഏർപ്പെടുത്തി. എൻ്റെ വീട്ടിൽ നിങ്ങളൊക്കെ അന്ന് വന്ന് റിപ്പോർട്ട് ചെയ്തവരാണ്. എൻ്റെ വീട്ടിൽ പരിശോധന ഉണ്ടായി, ഈ സമാനമായ സാഹചര്യങ്ങളുണ്ടായി. അന്ന് എന്നോട് നിങ്ങൾ വന്ന് ചോദിച്ചു ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന്. അതാണല്ലോ സാധാരണ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഞാനന്ന് വളരെ കൃത്യമായി നിങ്ങളോട് പറഞ്ഞു ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഞാൻ പറയില്ല എന്ന ആരോപണം ഉയർത്തി ഞാൻ ഒളിച്ചോടില്ല. എല്ലാ അന്വേഷണത്തിനും ഞാൻ തയ്യാറായി, എല്ലാത്തിനും സഹകരിച്ച് ഞാൻ നിൽക്കും. ഇതുവഴി പിണറായിയുടെ പോലീസോ പിണറായിയുടെ വിജിലൻസോ പിണറായിയുടെ ഡിപ്പാർട്ട്മെൻറ്റുകളോ അന്വേഷിച്ച് എന്തെങ്കിലും കണ്ടെത്താനുണ്ടെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരട്ടെ. അതല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന ഒരു ക്ലീൻ ചിട്ടായിരിക്കും ജനങ്ങളുടെ മുമ്പിൽ എന്നാണ് ഞാൻ പ്രതികരിച്ചത്. ഇപ്പോൾ ഞാൻ ചോദിക്കുന്ന ഹൈക്കോടതിയുടെ ഇൻട്രീം സ്റ്റേ ആഘോഷിച്ച CPM അതിൻ്റെ ഫൈനൽ വെർഡിക്റ്റ് വന്ന് ഇ.ഡി. അന്വേഷണം നടക്കട്ടെ എന്ന് പറയുമ്പോൾ എന്തിനാണ് ഇപ്പോൾ ഇത്ര വേവലാതിപ്പെടുന്നത്? സ്വാഭാവികമായിട്ടും ഈ കാര്യങ്ങൾ കേരള പൊതുസമൂഹത്തിൻ്റെ മുമ്പിലുള്ളതാണ്. നാളുകളായി നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. ഞാൻ ഒരു കാര്യം മാത്രം ഈ ഘട്ടത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കേരളം അറിഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. ഞാൻ അന്നേ നിങ്ങളോട് പറഞ്ഞിരുന്നു ഈ പോരാട്ടം തുടരും, പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകും. എന്നെങ്കിലും സത്യം പുറത്തു വരും. ഒരുപക്ഷെ അത് പിണറായി വിജയൻ അധികാരത്തിലിരുന്ന സമയത്ത് പുറത്തു വന്നില്ലെങ്കിൽ കൂടിയും സ്വാഭാവികമായിട്ടും സത്യത്തെ എക്കാലത്തേക്കും അങ്ങനെ മൂടി വയ്ക്കാൻ കഴിയില്ല. ഈ കാര്യങ്ങളുടെ നിജസ്ഥിതി ബോധ്യപ്പെട്ട ഇന്നും ഞാൻ പറയുന്നത് കേട്ടു. ഇന്നും ബഹുമാനായ MV ഗോവിന്ദൻ്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് എനിക്ക് പിണറായി വിജയൻ അല്ലെന്ന് പിണറായി വിജയൻ നിഷേധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ഏത് ഒരു കടലാസെങ്കിലും വായിച്ചു നോക്കിയിട്ടാണെങ്കിൽ അത് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. PV എന്ന് മാത്രമല്ല അതിൻ്റെ അകത്തുള്ളത്. PV എന്നുള്ളതിൻ്റെ എക്സ്പാൻഷനായിട്ട് പിണറായി വിജയൻ അതിൻ്റെ എഴുതിയിട്ടുണ്ട്. അതിനിപ്പോൾ അങ്ങനെ എഴുതിയത് ഇല്ലാണ്ടാക്കാൻ അവർ കഴിയില്ല. എന്ത് അർത്ഥത്തിലാണ് അദ്ദേഹം പറയുന്നത്? ഇങ്ങനെ പച്ചയായ കള്ളം പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പാർട്ടിക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് മുമ്പോട്ട് പോകുന്നു. ഇത് ഈ യഥാർത്ഥത്തിൽ CPMൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തായ്വേരിളക്കിയ കേസാണ് മാസപ്പടി കേസ്. അതിൽ നിന്ന് അവർ ഇനിയും പഠിച്ചിട്ടില്ലെങ്കിൽ അവരുടെ വഴിക്ക് അവർ പോട്ടെ. അതിനെക്കുറിച്ചൊന്നും അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്നെങ്കിലും ഇതിൻ്റെ സത്യം പുറത്തു വരുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ എന്നെങ്കിലും ഫലം കാണുമെന്ന പൂർണ്ണമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന ഈ റെയ്ഡിനെ സംബന്ധിച്ച് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഒരു പൊളിറ്റിക്കൽ ഡിഫൻസാണ്. ഈ യാഥാർത്ഥ്യം സത്യം പുറത്തു വരട്ടെ, കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയുന്നത്. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അങ്ങ് സുപ്രീം കോടതിയിൽ പോവുകയും അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് കാണിച്ച് സുപ്രീം കോടതി ആ കേസ് തള്ളുകയും ചെയ്തതാണ്. അങ്ങനെ ഒരു കേസിലാണ് ഇപ്പോൾ ഇ.ഡിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത്. മുൻപ് പലവട്ടം ഇ.ഡിയുടെ രാഷ്ട്രീയ സ്വഭാവം രാഷ്ട്രീയ സ്വാധീനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ വിമർശനങ്ങൾ ഉന്നയിച്ചതാണ്. ആ പശ്ചാത്തലത്തിൽ സുപ്രീം കോടതി പോലും തള്ളിക്കളഞ്ഞ ഒരു കേസ് ഇ.ഡി അന്വേഷിക്കുന്നതിൽ അപാകതയില്ലേ? ഇ.ഡി സ്വമേധ അന്വേഷിക്കുകയല്ലല്ലോ. ഇ.ഡി അന്വേഷിക്കരുത് എന്ന് പറഞ്ഞ് ഇവർ ഹൈക്കോടതി പോയി. ഹൈക്കോടതി സ്റ്റേ ചെയ്ത് വാദം കേട്ടു. മുഴുവൻ പരിശോധിച്ചപ്പോൾ ഇ.ഡി അന്വേഷിക്കേണ്ടതാണെന്ന് പറഞ്ഞ ആരാ? ഹൈക്കോടതിയാണ്. അതുകൊണ്ടാണ് അല്ല ഞാൻ അതൊക്കെ ഇപ്പം പറയണ്ട. ഇപ്പം നിങ്ങൾ ചോദിച്ചതിനുള്ള മറുപടിയാണ് പറയുന്നത്. ഇപ്പോൾ ഇ.ഡി അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞത് നിങ്ങളെല്ലാവരും ആഘോഷിച്ച അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഏറ്റവും പവിത്രമായി പറയുന്ന ഹൈക്കോടതി തന്നെയാണ്. അതുകൊണ്ട് അത് വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുക. സ്വതന്ത്ര സംഘടനയാണെന്നുള്ള അഭിപ്രായം കോൺഗ്രസ് ഗവൺമെന്റ് ഏജൻസിയല്ല.